ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 റിയാലിറ്റി ഷോയുടെ കഴിഞ്ഞ വാരം എങ്ങനെ മാറ്റങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു ഈ എപ്പിസോഡുകൾ. വീണ്ടും ഒരു തവണ കൂടി മ്യൂസിക്കൽ പ്രീമിയർ ലീഗ് തന്നെ. കഴിഞ്ഞ ലീഗിൽ ദയനീയമായി പരാജയപ്പെട്ട ഗുരുകുലം സ്കൂളിന് ഒരു കച്ചിത്തുരുമ്പ്. എപ്പിസോഡ് 11ഉം എപ്പിസോഡ് 12ഉമാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടത്. ദീപുവിന്റെ പെർഫോമൻസിലൂടെ ഒരു പുതിയ ഗോൾഡൻ സ്റ്റാർ കൂടി പിറന്നു. ആകെ ഈ സീസണിൽ 5 ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസുകളായി. ഓരോ എപ്പിസോഡും ഓരോ സ്കൂളിന്റെയും 3 പേർ വീതം 6 പേർക്കാണ് പെർഫോം ചെയ്യാൻ കഴിയുക. പുതിയ ലീഗ് ആരംഭിക്കുന്നതിലും മുൻപത്തെ പോലെ തന്നെ 2 റൗണ്ടുകളാകും ഉണ്ടാവുക. ക്ലാസിക് മെലഡി റൗണ്ടും സൂപ്പർ ഫാസ്റ്റ് റൗണ്ടും. ലീഗിലെ ആദ്യ ദിനം, അതായത് ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്ത 11ാം എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂൾ രംഗത്തിറക്കിയ കണ്ടസ്റ്റൻസ് ആയ ശ്രീലക്ഷ്മി, ശ്രീധർ, വിധുരാജ് എന്നിവർ 99 മാർക്ക് വീതം നേടി സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിലും ക്ലാസിക് മെലഡി റൗണ്ടിൽ വിപിൻനാഥ് 97.5 മാർക്കും നേടി. ഗുരുകുലത്തിലെ ദീപു സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിലൂടെ 100 മാർക്കിന്റെ ഗോൾഡൻ സ്റ്റാർ നേട്ടവും ക്ലാസിക് മെലഡി റൗണ്ടിൽ ദിൽരാജ് ഗോപി 99 മാർക്കും ഗ്രീഷ്മ കണ്ണൻ 97.5 മാർക്കും നേടി. കോൺവെന്റ് സ്കൂൾ ആകെ 295.5 മാർക്ക് നേടിയപ്പോൾ ഗുരുകുലം 296.5 മാർക്ക് നേടി ആദ്യ എപ്പിസോഡിൽ വിജയികളായി. ഈ എപ്പിസോഡിൽ ഗസ്റ്റായി എത്തിയത് UK OK എന്ന സിനിമയിൽ നിന്നും നടനും സംവിധായകനുമായ ജോണി ആന്റണി, രഞ്ജിത്ത്, സാരംഗി എന്നിവരാണ്. രഞ്ജിത്തിൻ്റെയും സാരംഗിയുടെയും ഒരു ഡാൻസ് പെർഫോമൻസും എപ്പിസോഡിലുണ്ടായിരുന്നു. ഞായറാഴ്ചത്തെ, അതായത് 12ാമത്തെ എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂളിനു വേണ്ടി ക്ലാസിക് മെലഡി റൗണ്ടിൽ തീർത്ഥ സത്യൻ 99 മാർക്കും, സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ ആതീഷ് കൃഷ്ണ 97 മാർക്കും, വൈശാഖൻ 99 മാർക്കും നേടി. അങ്ങനെ കോൺവെന്റ് സ്കൂളിന്റെ ആകെ മാർക്ക് 295 ആയി. ഗുരുകുലത്തിൽ നിന്ന് ഗായത്രി മേനോൻ ക്ലാസിക് മെലഡി റൗണ്ടിൽ 99 മാർക്കും, സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ ശിവപ്രിയ സുരേഷ് 98.5 മാർക്കും, സൂര്യനാരായണൻ 99 മാർക്കും നേടി. അങ്ങനെ ആകെ 296.5 മാർക്ക് നേടി. അതോടെ ലീഗിലെ 2ാമത്തെ എപ്പിസോഡും ഗുരുകുലം തൂക്കി. വിജയം പ്രവചിക്കാനാകില്ലെങ്കിലും കഴിഞ്ഞ ലീഗിലെ 1 പോയിന്റ് എന്നതിൽ നിന്നും കരകയറാൻ ഗുരുകുലത്തിന് കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ ഗസ്റ്റായി 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ടെനി ടോം, ഗിന്നസ് പക്രു, ഡയാന ഹമീദ്, നിയ വർഗീസ് എന്നിവർ എത്തിയിരുന്നു. പുതുതായി ആരംഭിച്ച അപ്പീൽ ഫെസിലിറ്റി കോൺവെന്റ് സ്കൂൾ 2 എപ്പിസോഡുകളിലും ഗുരുകുലം 1 എപ്പിസോഡിലും ഉപയോഗപ്പെടുത്തി. എന്താണ് അപ്പീൽ സിസ്റ്റം എന്നതിനെ കുറിച്ച് അറിയാൻ തൊട്ടുമുമ്പുള്ള വീഡിയോ കണ്ടാൽ മതിയാകും. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.